പാഠം 724 ഹൃദയത്തിലേക്കുള്ള വഴി. മണി 9 കഴിഞ്ഞു. എനിക്ക് ആഫീസിൽ പോകണം. ഒരു 5 മിനിറ്റ് കൂടി മോനേട്ടാ. ഉച്ചകൊണ്ടുള്ള മീൻകറി ഇപ്പോഴും റെഡിയാവും. പോയി അപ്പുറത്ത് പോയിരുന്നു കുറച്ചേരോട് പത്രം വായിക്കേ. അപ്പോഴേക്ക് ഞാൻ സംഗതി ശരിയാക്കാം. കഷ്ടം. എല്ലാതും എനിക്ക് ആഫീസിൽ പോകണം എന്ന് നിനക്കറിയാം. എന്നാലും പോകാൻ ഇറങ്ങുമ്പോഴേ കറി ഉണ്ടാക്കും. എങ്ങനെ ആയാലും എന്താ, ഇതുവരെയായിട്ട് ഞാൻ മോഹനേട്ടനെ പട്ടിണി കിട്ടിയിട്ടൊന്നുമില്ലല്ലോ. എല്ലാ ദിവസവും 3 നേരം നല്ല രുചിയുള്ള ഭക്ഷണം വെട്ടിവിടാൻ തരുന്നില്ലേ? 3 നേരം ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് നേരാണ്. പക്ഷേ അത് രുചിയുള്ളതാണോ എന്ന് എനിക്ക് അഭിപ്രായമില്ല. അത് കൊള്ളാലോ. ഇല്ല, അങ്ങനെ കേട്ടാ ശരിയാവില്ലല്ലോ. പറഞ്ഞിട്ട് പോകുന്നതിന്റെ അർത്ഥം എന്താ? അതിപ്പോ അങ്ങനെ അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമുള്ള കാര്യമൊന്നും ആയിരുന്നില്ലല്ലോ. മനസ്സിലായ അർത്ഥം വെച്ചിട്ടാണെങ്കിലേ മോഹനേട്ടൻ പറഞ്ഞത് ശുദ്ധ വൃത്തിയോടാണ്. എന്ത് വൃത്തിയോട്? നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വർഷം കുറച്ചായില്ലേ. ഇതുവരെ എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ വെച്ചുണ്ടാക്കി തരുന്ന ഭക്ഷണം തന്നെയല്ലേ മോഹനേട്ടൻ കഴിച്ചുകൊണ്ടിരുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല. ആ ഭക്ഷണത്തിന് വലിയ രുചിയൊന്നും ഇല്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അത്രയ്ക്ക് രുചിയില്ലാത്ത ഭക്ഷണമായിരുന്നെങ്കിലേ പിന്നെ എന്തിനാണ് വാരി വലിച്ചു വെട്ടി ഒഴിക്കൊണ്ടിരുന്നത്? ഭക്ഷണത്തിന് രുചി പോരാ എന്ന് പറഞ്ഞിട്ട് ഇന്ന് വരെ ഓരൊറ്റ ദിവസം പോലും മോഹനേട്ടൻ ഭക്ഷണം കഴിക്കാതിരിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. മനുഷ്യന് ജീവിക്കണമെങ്കിൽ ഭക്ഷണം കഴിച്ചേ പറ്റൂ. രുചി നോക്കി മാത്രം ഭക്ഷണം കഴിച്ചാൽ നീ ഉണ്ടാക്കുന്ന ഒരു ഭക്ഷണവും ഒരിക്കലും കഴിക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഒന്നുകിൽ ഹോട്ടലിൽ കഴിക്കേണ്ടി വരും, അല്ലെ പിന്നെ പട്ടിണി കിടക്കേണ്ടി വരും. ഇത് രണ്ടും പ്രയാസമുള്ള കാര്യമായതുകൊണ്ട് മാത്രമാണ് ഞാൻ നീ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുന്നത്. അങ്ങനെ പ്രയാസപ്പെട്ട് മോഹനേട്ടൻ ഇനി ഭക്ഷണം കഴിക്കണ്ട. ഇന്ന് രാവിലെ കഴിച്ചത് കഴിച്ചു. ഇനി അങ്ങോട്ട് മോഹനേട്ടൻ എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ഹോട്ടലിൽ നിന്ന് കഴിച്ചോളണം, അല്ലെങ്കിൽ തനിയെ വെച്ചുണ്ടാക്കി കഴിച്ചോളണം. ഇത് രണ്ടും അല്ലെങ്കിൽ എന്നെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് വേറെ കല്യാണം കഴിച്ചോ? ഞാനുണ്ടാക്കുന്ന കഴിക്കുകയും എന്നിട്ട് കുറ്റം പറയുകയും ചെയ്യുന്ന ഈ പരിപാടി ഇന്നുകൊണ്ട് ഞാൻ നിർത്തിക്കും. ഹലോ, എന്തിനാ നിക്കണേ? ഇനിയിപ്പോ ഉച്ചകൊണ്ട് വേണ്ടി നിക്കണ്ട. വേഗം ബാഗും കൊണ്ടെടുത്ത് സ്ഥലം വിടാൻ നോക്ക്. ഞാൻ വെച്ച മീൻകറിയും കൂട്ടി ഇന്ന് മോഹനേട്ടൻ ഉണ്ടെന്നിരിക്കുന്ന കാണണം. നീ ഇങ്ങനെ വാശി പിടിക്കാൻ പാകത്തിനാന്ന് പറഞ്ഞില്ലല്ലോ. ഒരാൾക്കൊരു അഭിപ്രായം പറഞ്ഞൂടെ? ഇത് അഭിപ്രായം പറഞ്ഞല്ല മോഹനേട്ടാ, ശുദ്ധ തോന്നിയസാണ്. എല്ലാ ദിവസവും കൃത്യനേരത്തെ മോഹനേട്ടന് ഭക്ഷണം ഉണ്ടാക്കിത്തെന്ന് ഞാനാണ് മോഹനേട്ടനെ വഷളാക്കിയത്. അടുക്കളയിലോ ഈ വീട്ടിലോ ഒരു ചെറിയ കാര്യത്തിന് പോലും മോഹനേട്ടൻ എന്നെ സഹായിക്കാറില്ല. വേണ്ടായേ ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തോളാം. അങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഇതെല്ലാം ചെയ്തു തന്നിട്ടും മോഹനേട്ടൻ എന്താണ് അഹങ്കാരം. ഭക്ഷണം കഴിച്ചിട്ട് നല്ലത് പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല മോഹനേട്ടാ, ഒന്നും കുറ്റം പറയാതെങ്കിലും ഇരുന്നൂടെ? അത് നടക്കില്ല. അപ്പൊ പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന കഴിക്കാനുള്ള യോഗ്യത മോഹനേട്ടൻ ഇല്ലാന്ന് മോഹനേട്ടൻ കരുതിയാ മതി. മണി 9:10. നീ സമയങ്ങളായി ചോറെടുത്ത് വെക്ക്. ഇനി മോഹനേട്ടനെ സോപ്പിടാൻ വരുമെന്നും കാല് പിടിക്കുന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. മോഹനേട്ടന്റെ വർത്താനത്തിലോ ഞാൻ വീഴുകയും ചെയ്യും. പാവല്ലേ പോട്ടേന്ന് കരുതി ഞാൻ ചോറെടുത്ത് തരും. പക്ഷെ മോഹനേട്ടൻ ഇന്ന് വൈകിട്ടും എന്നെ കുറ്റം പറയും. ഈ വേഷം കെട്ടിൽ ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായല്ലോ. എന്തായാലും മോഹനേട്ടൻ എന്നെ കുറ്റം പറയും. എങ്കിൽ പിന്നെ ഒന്നും ചെയ്യാതിരുന്ന് കേൾക്കുന്നല്ലേ നല്ലത്. ഒരു വേലക്കാരിക്കാട്ടിലും കഷ്ടമായിട്ട് ജോലി ചെയ്യുകയും പിന്നെ കുറ്റപ്പെടുത്തൽ കേൾക്കുകയും കൂടി ചെയ്യണ്ടല്ലോ. മതി, നീ പോയി ചോറെടുക്ക്. എനിക്കാണെങ്കിൽ ആഫീസിൽ പോയിട്ട് ഒരുപാട് കാര്യമുള്ളതാ. ഇപ്പൊ തന്നെ ഇറങ്ങിക്കോ മോനേട്ടാ. പോകുന്ന വഴിക്ക് കൃഷ്ണൻകുട്ടിയുടെ ചായക്കടന്ന് ദോശ വീട്ടിലേക്ക് കിട്ടും. അതങ്ങ് പൊതിഞ്ഞു വാങ്ങി ബാഗ് വെച്ചു. അല്ലെങ്കിൽ വില്ലേജ് ഓഫീസിനടുത്ത് വിജയന്റെ ഹോട്ടലില്ലേ, അവിടെ നല്ല ചോറ് സാമ്പാർ കിട്ടൂലോ. അതൊക്കെ തിന്നാനുള്ള യോഗ്യതയെ മോഹനേട്ടനുള്ളൂ. ഞാൻ ഉണ്ടാക്കുന്ന രുചിയുള്ള ഭക്ഷണം കഴിക്കാൻ മോഹനേട്ടന് വിധിയില്ല. പിന്നെ കൃഷ്ണൻകുട്ടിയുടെ വിജയന്റെ ചായക്കട ചെന്നിരുന്ന് വല്ലതും കഴിക്കുമ്പോ ഇവിടെ പറയുന്ന പോലെ അവരെ കുറ്റം പറയാൻ നിൽക്കരുത്. കാര്യം പറഞ്ഞാൽ കാശ് കൊടുത്തിട്ടൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. പക്ഷെ ആവശ്യമില്ലാതെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണൻകുട്ടി മോഹനേട്ടൻ അച്ഛനെ വിളിക്കും. സൂക്ഷിച്ചോ. ചുമ്മാ ഇവിടെ നിൽക്കണ്ട. ഇന്നു മുതൽ മോഹനേട്ടൻ ഹോട്ടലിൽ നിന്നേ കഴിക്കൂ.
അതിലൊരു സംശയവും വേണ്ട. ഹലോ, ആ വിദ്യ, ഞാൻ കുറച്ചു മുന്നേ നിന്നെ വിളിച്ചിരുന്നല്ലോ. നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? വേറൊന്നുമല്ല, ഞാനിന്ന് ലീവാ. സദാൻ സാറിനെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ കോടതിയിൽ സത്യശീലിന് കേസ് വരികയാണെങ്കിൽ ഒന്ന് അവധിക്ക് അപേക്ഷിക്കണമെന്ന് പറയാനാണ് ഞാൻ നിന്നെ വിളിച്ചത്. വേറൊന്നുമല്ല, ഇവിടെ കുറച്ച് ജോലി തീർക്കാനുണ്ട്. വീടൊന്ന് കഴുകി തുടച്ചിട്ട് 2 ആഴ്ചയായി. കുറേ തുണി അലക്കാനും ഉണ്ട്. ഇവിടെ എനിക്കൊരു കൈസഹായത്തിന് വേറെ ആരും ഇല്ലല്ലോ. സർവ്വ ജോലി ഞാൻ തന്നെ ചെയ്യണമല്ലോ. വിശക്കും വന്ന് വെട്ടി വരിക മാത്രമേ എന്റെ മോഹനേട്ടനെ കൊണ്ട് കഴിയുള്ളൂ. എന്നിട്ടോ ഞാൻ ഉണ്ടാക്കുന്നതിനെ പറ്റി കുറ്റം പറയുകയും ചെയ്യും. ആ കുറ്റം പറയൽ ഇന്നുകൊണ്ട് ഞാൻ നിർത്തിക്കും. ഇനിമേലി മോഹനേട്ടനെ കഴിക്കാൻ ഒരു വസ്തു ഉണ്ടാക്കില്ലെന്ന് ഞാൻ തീർത്തും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് കിട്ടുന്നത് വാങ്ങി കഴിക്കട്ടെ. അതിനെ ഇനി മോഹനേട്ടന് യോഗമുള്ളൂ. ഒന്നുമില്ല, ഇവിടെ ഉണ്ട്. ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. നീ കുറെ നേരമല്ലേ എന്നെ കുറ്റം പറയുന്നു? പറയുന്നേട്ടാ നീ ഭയങ്കര പാചകക്കാരിയാണെന്ന് തോന്നുമല്ലോ. നിനക്ക് എന്ത് പാചകം അറിയാവുന്നേ? ഒരു ദിവസം രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കും, പിറ്റേ ദിവസം ദോശ, അതിന് വിടുന്ന ഉണക്ക പുട്ട്, അത് കഴിഞ്ഞ് പിന്നെ ഇഡ്ഡലി, പിന്നെയും ദോശ, പുട്ട്, ദോശ, ഇഡ്ഡലി, പുട്ട്, ദോശ. ഇതെല്ലാം നീ വേറെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടോ? ഉച്ചയ്ക്ക് ചോറ്, സാമ്പാർ, തോരൻ, പിന്നെ മോര്, രസം, തീർന്നു. ഇതല്ലാതെ വേറെ എന്തെങ്കിലും വ്യത്യസ്തമായി ഉണ്ടാക്കുന്ന നിനക്ക് അറിയാമോ? ഇല്ല. കഴിവുള്ള പെണ്ണുങ്ങൾ ഓരോ ദിവസവും ഓരോരോ തരം വിശേഷപ്പെട്ട കറികളാണ് ഉണ്ടാക്കുന്നത്. നേരെ അതൊന്നും അറിയില്ല. നീ ഉണ്ടാക്കുന്ന ചോറും കറിയും വിജയന്റെ ഹോട്ടലിലെ ചോറും തമ്മിൽ എന്താ വ്യത്യാസം? ആമേ, ശിശുപാലന്റെ ഭാര്യ നിന്നെപ്പോലൊരു വക്യോലല്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തർക്കിക്കാനും വരില്ല. പക്ഷേ അവരുണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണത്തെ പറ്റി പറയുമ്പോൾ ശിശുപാലിന് 100 നാക്കാം. അതുപോലൊരു ഭാര്യ കിട്ടാൻ യോഗം വേണം, യോഗം. അപ്പൊ ശിശുപാലൻ ചേട്ടന്റെ ഭാര്യയ്ക്ക് പാചകം അറിയാം, എനിക്ക് അറിഞ്ഞൂടല്ലേ? അതെ. ശിശുപാലൻ ചേട്ടന്റെ ഭാര്യയ്ക്ക് നന്നായിട്ട് പാചകം ചെയ്യാൻ അറിയാമെന്ന് ശിശുപാലൻ ചേട്ടനല്ലേ മോഹനോട് പറഞ്ഞത്? അന്തസ്സുള്ള ഭർത്താക്കന്മാരെ അങ്ങനെയാണ്. ഭാര്യയെ പറ്റി മറ്റുള്ളവരുടെ അടുത്ത് നല്ലത് പറയും. മോഹനോ പുറത്തുള്ള ഒരാളോട് എന്നെ പറ്റി ഇന്ന് വരെ എന്തെങ്കിലും നല്ലത് പറഞ്ഞിട്ടുണ്ടോ? ശിശുപാലൻ നല്ലത് പറഞ്ഞത് കൊണ്ടല്ല ശിശുപാലന്റെ ഭാര്യയ്ക്ക് നന്നായി പാചകം ചെയ്യാൻ അറിയാമെന്ന് ഞാൻ മനസ്സിലാക്കിയത്. കഴിഞ്ഞ ആഴ്ച ശിശുപാലന്റെ ഭാര്യ ഉണ്ടാക്കിയ അപ്പവും കോഴിക്കറിയും ശിശുപാലൻ ആഫീസിൽ കൊണ്ടുവന്നു. എനിക്ക് തന്നപ്പോ ഞാൻ വേണ്ടെന്ന് പറഞ്ഞതാ. പക്ഷെ ശിശുപാലൻ നിർബന്ധിച്ചുകൊണ്ട് ഞാൻ അല്പം കഴിച്ചു. സത്യം പറയാലോ, എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത്രയും രുചിയുള്ള അപ്പവും കോഴിയിറച്ചിയും ഞാൻ കഴിച്ചിട്ടേയില്ല. അങ്ങനെ കറി വെക്കണമെങ്കിൽ നീ 3 ജന്മം കൂടി ജനിക്കണം. ഞാൻ അതുപോലെ കറി വെച്ചാലോ? നടക്കില്ല. കറി വെച്ച് മോഹനേട്ടൻ തന്നാലോ? ഒരിക്കലും നടക്കില്ല. മോഹനേട്ടൻ നല്ല ഒന്നാന്തര അപ്പവും കോഴിക്കറി ഞാൻ ഉണ്ടാക്കി തരും ഇന്ന് തന്നെ. പക്ഷേ ഒരു വ്യവസ്ഥ, അത് കഴിച്ച് മോഹനേട്ടന് ഇഷ്ടപ്പെട്ടാൽ എനിക്ക് നന്നായിട്ട് പാചകം അറിയാവുന്ന എല്ലാവരുടെ അടുത്തും പറയണം. ഇഷ്ടപ്പെട്ടാലല്ലേ? ഇഷ്ടപ്പെടുമല്ലോ. പിന്നെ ഇഷ്ടപ്പെട്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് കള്ളം പറയരുത്. ഞാൻ ഒരു ഗാന്ധിയനാണ്. ഗാന്ധിയന്മാർ കള്ളം പറയില്ല. ഗാന്ധിയന്മാർ കോഴിയിറച്ചി കഴിയായിരിക്കും. ശരി, അപ്പൊ എന്ത് തീരുമാനിച്ചു? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന അപ്പവും കോഴിക്കറിയും കഴിച്ചിട്ട് മോഹനേട്ടൻ അത് ഇഷ്ടപ്പെട്ടാൽ ഇവിടെ വരുന്ന എല്ലാവരോടും പിന്നെ മോഹനേട്ടന്റെ ആഫീസിലുള്ളവരുടെ അടുത്തും എന്നെ പറ്റി പൊക്കി പറയണം. മേലി ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞ കുറ്റം പറയാൻ പാടില്ല. സമ്മതിച്ചോ? എന്താണ് ചിരിക്കുന്നത്? എന്റെ വെല്ലുവിളി മോഹനേട്ടൻ കേൾക്കുന്നു ഇല്ലയോ? സാറേ, ഉത്തമൻ എന്തിനാ വന്നതെന്ന് ചോദിക്കുക. അപ്പോഴേക്കും ഞാൻ ഉച്ചയോടെ എടുത്തു തരാം. നീ ഊണ് തരില്ലെന്നല്ലേ പറഞ്ഞത്? ഇപ്പോഴത്തെ പ്രശ്നം അതല്ലല്ലോ, അപ്പം കോഴിക്കറിയല്ലേ. അതിനകത്ത് തീരുമാനം ഉണ്ടാകട്ടെ. നമസ്കാരമുണ്ട് സാറേ. പുഷ്കരന്റെ സ്ഥലം അളക്കാൻ സാറെന്ന് വൈകുന്നേരം ചെല്ലാന്ന് പറഞ്ഞിരുന്നു. അതൊന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് ഉച്ച കഴിഞ്ഞ് എനിക്ക് താലൂക്ക് ഓഫീസിൽ പോകേണ്ട ഒരു കാര്യമുള്ളത് കൊണ്ട് സ്ഥലം അളക്കാൻ ഇന്ന് വരില്ല എന്ന് ഇന്നലെ വൈകുന്നേരം ഞാൻ പുഷ്കരനെ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ. അയ്യോ, ഞാൻ അറിഞ്ഞില്ല. അപ്പൊ പിന്നെ ഇനി എന്നാണ് സാറേ സ്ഥലം അളക്കാൻ പറ്റുക?
നാളെയോ മറ്റന്നാളോ വരാം ഓ, എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്. ഓ അത് ഞാൻ അറിഞ്ഞില്ല. അപ്പൊ ഞാൻ വരട്ടെ സാറേ. വക്കീലില്ലേ ഇവിടെ? പിന്നെ അവള് കോഴിക്കറി അപ്പം ഉണ്ടാക്കി എന്നെ തോൽപ്പിക്കാൻ നോക്കുക. കോഴിക്കറി അപ്പോ? അവള് കഴിക്കാനുണ്ടാക്കുന്ന ഒന്നിനും രുചിയില്ല എന്ന് ഞാൻ അവളോട് പറഞ്ഞു. വെറുതെ ചൂടാക്കാൻ പറഞ്ഞതാ. പക്ഷെ അവളത് വലിയ പ്രശ്നമാക്കി. ഇനി മേലിൽ എനിക്കൊന്നും വെച്ചുണ്ടാക്കി തരില്ലെന്ന് പറഞ്ഞിരിക്കാം. തർക്കം മൂത്തപ്പോ ഞാൻ പറഞ്ഞു, ശിശുപാലന്റെ ഭാര്യയ്ക്ക് നന്നായി പാചകം അറിയാം, പെണ്ണുങ്ങളായാൽ അങ്ങനെ വേണം എന്നൊക്കെ. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. ശിശുപാലന്റെ ഭാര്യ ഉണ്ടാക്കുന്നത് പോലത്തെ അപ്പവും കോഴിക്കറിയും ഉണ്ടാക്കി തരാമെന്ന് പന്തയം വെച്ചിരിക്കുക അവൾ. ഇന്ന് വൈകുന്നേരം ഞാൻ വരുമ്പോ ഭാമ ഉണ്ടാക്കിയ അപ്പവും കോഴിക്കറിയും കാണും. അത് കഴിച്ചിട്ട് വേണം എനിക്ക് 2 എണ്ണം പറയാൻ. മോഹനേട്ടൻ അത് കഴിച്ചിട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് വേണം എനിക്കും 2 വർത്താനം പറയാൻ. കാണാം. കാണാനൊന്നും ഇല്ല. ഈ സത്യഭാമ ആരാണെന്ന് മോഹനേട്ടൻ ഇന്ന് മനസ്സിലാവും. തൽക്കാലം വലിയ ഓഫീസർ സ്ഥലം വിടാൻ നോക്ക്. ഓഫീസ് എന്നിട്ട് മല മറയ്ക്കാനുള്ളതല്ലേ. ഞാൻ ഇറങ്ങുന്നു. വക്കീൽ, ഇത് കൈവിട്ട കളിയാണ്. വക്കീലുണ്ടാക്കുന്ന അപ്പവും കോഴിക്കറിയും കഴിച്ചിട്ട് ഇത് കൊള്ളൂല എന്ന് സാറ് പറഞ്ഞാലോ? അങ്ങനെ ഉണ്ടാവാനേ പോകുന്നില്ല ഉത്തമ. ഒന്നാമത് ഞാൻ അപ്പവും കോഴിക്കറി ഉണ്ടാക്കുന്നില്ലല്ലോ. ഉണ്ടാക്കുന്നില്ലേ? ടൗണിലെ സുലൈമാനിക്കര ഹോട്ടലിൽ കിട്ടുന്ന അപ്പത്തിന്റെ കോഴിക്കറിയുടെ രുചി ഉത്തമന് അറിയാലോ. പിന്നെ അത് ഭയങ്കര സംഭവല്ലേ. വൈകിട്ട് ഒരു 3:30 ആകുമ്പോഴേക്ക് ഉത്തമൻ സുലൈമാനിക്കര ഹോട്ടലിൽ പോയി ഒരു 10 അപ്പവും 3-4 കോഴിക്കറിയും പാഴ്സൽ വാങ്ങിക്കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ഞാനാ? അങ്ങനെ ഉത്തമൻ കൊണ്ടുവരുന്ന കോഴിയിറച്ചി അപ്പവും ഞാൻ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് മോഹനേട്ടന് ഞാൻ വിളമ്പി കൊടുക്കുന്നു. ഈ കറിയിൽ സുലൈമാൻ എന്ന പേര് എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയതാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഉണ്ടാക്കിയത് തന്നെയാണ്. എന്തായാലും ആ അപ്പവും കറിയും കഴിച്ചിട്ട് മോശമായി മോനോട്ട് പറയൂ? അതൊരിക്കലും ഇല്ല. അത്രയുള്ളു കാര്യം. അപ്പൊ ഉത്തമൻ ഒരു 3 മണി കഴിയുമ്പോഴേക്കും അപ്പവും കോഴിക്കറിയും വാങ്ങി നേരെ ഇങ്ങ് പോരൂ. ബാക്കി ഞാൻ അപ്പ കാണിച്ചു തരാം. കൊള്ളാം. ഹോട്ടലിൽ നിന്ന് കറി വാങ്ങി കെട്ടിയോനെ കഴിപ്പിച്ച് പന്തയം ജയിക്കുന്ന ഭാര്യ. ഇവരൊന്നും ഇവിടെ നിന്ന് ജനിക്കേണ്ടവരേ അല്ല. ഹലോ. മോനട്ടാ, ഞാനാ. മോനട്ട എപ്പോഴാ വരാ? അതാണ് പതിവില്ലാത്തൊരു ചോദ്യം. അല്ല, നല്ല 1-ാം തരം അപ്പവും കോഴിക്കറി കഴിക്കണ്ടേ. ഇന്നൊരു ദിവസത്തേക്ക് കുറച്ച് നേരത്തെ വരുമെന്ന് അറിയാൻ വിളിച്ചതാ. ഭക്ഷണം കഴിക്കാനായി നേരത്തെ ആഫീസിൽ നിന്ന് ഇറങ്ങുന്ന ശീലം കെ മോഹനേഷ സാറിനില്ല. ഇപ്പോൾ 3 മണി. ഞാൻ താലൂക്ക് ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് 4:30 ഇറങ്ങും. 5 മണി കഴിയുമ്പോൾ ഞാൻ വീട്ടിലെത്തും. ശരി, അപ്പൊ 5 മണിക്ക് കാണാം. പിന്നെ ഞാനുണ്ടാക്കിയ അപ്പവും കോഴിയിറച്ചിയും കഴിച്ച് ഒരു അഭിപ്രായം പറയാൻ വേണമെങ്കിൽ കൂട്ടുകാരെല്ലാം വിളിച്ചോ. അയ്യോ, അങ്ങനെ വിളിക്കാൻ കൂട്ടുകാരെ എവിടെ ഇരിക്കണോ അല്ലേ? സാരല്ല, മോനോട്ട് മാത്രം വന്നാൽ മതി കേട്ടോ. അപ്പൊ ശരി, 5 മണിക്ക് കാണാം. ഇന്ന് സാറിങ്ങ് വരട്ടെ, ഞാൻ ശരിയാക്കി തരാം. ഇതെന്താ സാറേ, ഇന്ന് നേരത്തെ ആണല്ലോ, എന്തു പറ്റി? ഞാൻ വീട്ടിലേക്കല്ല പോകുന്നത്, താലൂക്ക് ഓഫീസിലേക്കാണ്. 5 മണിക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഇറങ്ങി താലൂക്ക് ഓഫീസിലേക്ക് പോയാൽ പോരല്ലോ. വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ സാറേ. അങ്ങനെ വെറുതെ ഓരോന്ന് ചോദിക്കുന്നത് നല്ലതിനല്ല. കെ മോഹനേഷ് സാർ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ ഒരു കാരണമുണ്ടാകും എന്ന് മനസ്സിലാക്കണം. മനസ്സിലായോ? ഉവ്. ഇനി ഇതിന്റെ പേരിൽ എന്നോട് വഴക്കിന് വരാതെ സാറ് ചെല്ലേ. ഞാൻ പോട്ടെ സാറേ. അഹങ്കാരി, ഒരാവശ്യമില്ലാതെ സമയം കളഞ്ഞു. നാലരയായാലും ടീച്ചറാ, മുത്താനെന്താ വരാത്തത്? മോഹനേട്ടൻ ഇപ്പൊ വരും. വക്കീലേ, എത്തിയോ?
അങ്ങനെ അപ്പൊ ഇറച്ചെത്തി. ഇനി വില്ലാബിസിലൂടെ ഇങ്ങ് വന്നാ മതി. എന്റെ ഉത്തമ മണി 4 ആയില്ലേ? 3 ആവുമ്പോഴേക്കും അപ്പവും കൊഴിർച്ച വാങ്ങിട്ട് വരാന്ന് പറഞ്ഞാൽ ഇതുവരെ എവിടെയായിരുന്നു? കറക്റ്റ് 5 മണിയാകുമ്പോഴേക്കും മോഹൻ ഇറങ്ങി വരില്ലേ? അയ്യോ, പ്രകാശ സാധനമായിട്ട് വന്നില്ലേ? പ്രകാശനോ? ആ, ഇവിടുന്ന് ഞാൻ ഇറങ്ങിയ പാടെ സുലൈമാനിക്കാരുടെ ഫോണിൽ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ സുലൈമാനിക്ക പറഞ്ഞു പ്രകാശന്റെ കയ്യിൽ സാധനം കൊടുത്തു വിടാന്ന്. അയ്യോ, പ്രകാശം വന്നിട്ടില്ല. 3 മണി കഴിയുമ്പോ ഞാൻ സുലൈമാനിക്ക വിളിച്ചായിരുന്നല്ലോ. അപ്പൊ സുലൈമാനിക്ക പറഞ്ഞു പാഴ്സൽ എടുത്ത് പ്രകാശന്റെ കയ്യിൽ കൊടുത്തു വിടാന്ന്. പ്രകാശ സാധനം കൊണ്ടുവന്ന് കാണുമെന്ന് കരുതിയില്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. മോഹനേരി സാർ വരുമ്പോ ഞാനും കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഒരു തമാശ ആവുമെന്ന് കരുതി. പ്രകാശനെ ഒന്ന് വിളിച്ചു നോക്ക്. മണി 4 ആയി. മോഹനയുടെ വെറുതെ എന്റെ സാധനം കിട്ടിയില്ലെങ്കിലേ പിന്നെ എന്റെ മാനം പോവും. അപ്പം കോഴിക്കറി ഞാൻ ഉണ്ടാക്കിയെന്ന് മോഹനയുടെ വിളിച്ചാൽ പറയുകയും ചെയ്തു. ഞാൻ ഇപ്പൊ ഒന്ന് വിളിക്കാം. പ്രകാശൻ നമ്പറില്ല, സുലൈമാനിക്ക ഒന്ന് വിളിച്ചു നോക്കാം. ആ, ഹലോ സുലൈമാനിക്ക, ഞാനാണ് ഉത്തമായി. അപ്പൊ കോഴിക്കറി കൊടുത്തു വിടാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊടുത്തു വിടാത്തത് ആണാ? ഇതിന്റെ പ്രകാശൻ എവിടെ? ഒരു കാര്യം ചെയ്, സുലൈമാനിക്ക പ്രകാശനെ വിളിച്ചിട്ട് പെട്ടെന്നൊന്ന് കൊണ്ടുവരാൻ പറയോ? ഓ, ശരി ശരി ശരി. എന്താ പറഞ്ഞേ? പ്രകാശ് അവിടെ ഇറങ്ങിയിട്ട് 15 മിനിറ്റ് ആയി. ഇപ്പൊ സാധനം ഇവിടെ എത്തും. ഉത്തമ, വൈകി ആകെ പ്രശ്നമാവും. ഉത്തമന്റെ കാര്യം ചെയ്യ്. ഉത്തമന്റെ സ്കൂട്ടർ ഉണ്ടല്ലോ, ഉത്തമ വേഗം ഒന്ന് ചെന്ന് നോക്ക്. വഴിക്ക് വെച്ച് പ്രകാശനെ കണ്ട സാധനം വാങ്ങി ഇങ്ങ് വരാലോ. ആ, അത് ശരിയാണ്. ഞാൻ ഇപ്പൊ പോയിട്ട് വരാമേ. വേഗം വേണേ. മോഹനായിട്ട് വരുന്നതിന് മുന്നേ അപ്പം കോഴിക്കരം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇന്ത്യ വിട്ട് പോകേണ്ടി വരും. എനിക്ക് വേണ്ടി ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഞാൻ ഇപ്പൊ വരുമെന്ന് വക്കീല് ധൈര്യമായിട്ടിരി. അയ്യോ, മോഹനേഷ സാറ് ഇനി എന്ത് ഉത്തമ? വക്കീലൊരു കാര്യം ചെയ്, ഒരു 10 മിനിറ്റ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സാറിന് ഇവിടെ പിടിച്ച് നിർത്ത്. ഞാൻ അപ്പം കോഴിക്കറിയുമായിട്ട് ഇപ്പൊ വരാം. പെട്ടെന്ന് വേണം. ഇനി വരുമ്പോ ഉത്തമനിങ്ങ ഫ്രണ്ടിലേക്ക് വരണ്ട. പുറകുവശത്ത് ഗേറ്റ് വന്നിട്ട് എന്റെ മൊബൈലിലേക്ക് ഒന്ന് മിസ് കോൾ അടിച്ചാൽ മതി. ഞാൻ വന്ന് സാധനം വാങ്ങിച്ചോളാം. പെട്ടെന്ന് വരണേ ഉത്തമ. വന്ന് കേറുന്ന പാടെ മോഹനേട്ടൻ അപ്പം ഇറച്ചിക്കറിയും ചോദിക്കുന്ന കാര്യം ഉറപ്പാ. ഞാൻ ദാ വരുന്നു വക്കീല് ധൈര്യമായിട്ടിരുന്നു. എന്താണ് ഈ നേരത്തെ? അല്ല, ഒന്നുമില്ല. ഞാൻ നമ്മുടെ രാജപ്പന്റെ കേസിന്റെ കാര്യം പറയാൻ വേണ്ടി വക്കീലിന്റെ അടുത്ത് വന്നതാ. നാളെ കേസ് കോടതിയിൽ വരുമല്ലോ. അപ്പൊ ഏതെങ്കിലും കടലാസിന്റെ ആവശ്യം വേണോ എന്നറിയാൻ വേണ്ടി വന്നതാ. എന്നിട്ട് എന്തായി? അല്ല, ആവശ്യം കഴിഞ്ഞു. ഞാൻ പോവേണ്. ഉത്തമന് പോയിട്ട് ധൃതിയില്ലെങ്കിൽ കുറച്ച് സമയം ഇവിടെ നിൽക്ക്. നല്ല 1 തരം അപ്പവും കോഴിക്കറിയും കഴിച്ചിട്ട് പോകാം, അല്ലേ ഭാമേ? അതെ 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 അതെ. അപ്പം കോഴിക്കറി ഇവിടെ ഉണ്ടല്ലോ. പക്ഷെ ഉത്തമന് പോയിട്ട് തിരക്കുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഉത്തമനുള്ള കോഴിക്കറി അപ്പവും നമുക്ക് നാളെ കൊടുക്കാം, അല്ലേ ഉത്തമ? അതല്ലേ നല്ലത്. എനിക്ക് അത്യാവശ്യമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപാലൻകുട്ടി ചേട്ടനെ കാണേണ്ട ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് പിന്നെ വരാം, അതാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ നാളെ. ഇന്നിങ്ങോട്ട് ഉത്തമന് വരാൻ സമയം സമയം ഉണ്ടായിരുന്നെങ്കിൽ കോഴിക്കറി അപ്പം കഴിക്കായിരുന്നു, അല്ലേ? പക്ഷെ സമയം ഒട്ടുമില്ല, അല്ലേ? എനിക്ക് സമയമില്ല. ഞാൻ എന്നാ പോകുന്നു. കോഴിക്കറി കഴിക്കാൻ ഞാൻ നാളെ വരാം. മതി. ആകെ 10 അപ്പവും 3 കോഴിക്കറിയേ ഉള്ളൂ. അത് നാളെ വരെ ഇരിക്കുമോ എന്ന് എനിക്കറിയില്ല. സുലൈമാനിക്കയുടെ ഹോട്ടലിലെ കറി ആയതുകൊണ്ട് നല്ല രുചിയായിരിക്കും. ചിലപ്പോ ഞാനും ഭാമയും കൂടെ തന്നെ കഴിച്ചു തീർക്കും, അല്ലേ ഭാമേ? പിടിക്ക്. പ്രകാശനെ വഴിക്ക് വെച്ചെണ്ണ പാവം തന്നതാ. വക്കീലേ, കളി കയ്യിന്ന് പോയി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ഒന്നും ചെയ്യാനില്ല. ഉത്തമ, രാജപ്പന്റെ കേസ് ബാധിക്കാൻ വേറൊരു വക്കീലിനെ അന്വേഷിക്കുന്ന നന്നായിരിക്കും. എന്താ അങ്ങനെ? മോഹനേട്ടൻ എന്നെ ഇന്ന് പപ്പടം പൊടിക്കുന്ന പോലെ പൊടിക്കൂ. ഉത്തമൻ അപ്പം ഇറച്ചിയും വേണോ? അതിനേക്കാൾ വലുതല്ലേ വക്കീലെ അഭിമാനം. ഞാൻ പോകുന്നു കേട്ടാ. ആടുവിട്ടാലോ? എവിടെ പോന്?
ചുമ്മാ മോഹനേട്ടനെ തൊപ്പിക്കാനായിട്ടൊരു തമാശ കാണിച്ചതാ. ഞാൻ വെച്ചുണ്ടാക്കുന്ന രുചിയില്ലാന്ന് മോഹനേട്ടൻ പറയുമ്പോ എനിക്ക് സങ്കടം വരില്ലേ? അതുകൊണ്ടല്ലോ ഞാനിങ്ങനെ ചെയ്തത്. പിന്നെ ശിശുപാലൻ ഭാര്യയും മോഹനേട്ടനോട് പൊക്കി പറഞ്ഞു. വേറെ പെണ്ണുങ്ങളെ പറ്റി ഭർത്താവ് പോയിട്ട് പറയുന്നത് ഏതൊരു പെണ്ണ് സഹിക്കൂ? സോറി മോഹനേട്ടാ. അതവിടെ നിൽക്കട്ടെ. നമ്മൾ തമ്മിൽ തീർക്കാനുള്ള വേറൊരു പ്രശ്നമുണ്ടല്ലോ. എന്താ പ്രശ്നം? 10 അപ്പവും 3 കറിയും എല്ലാം കൂടി 260 രൂപയാണെന്നാണ് പ്രകാശം പറഞ്ഞത്. അതാര് കൊടുക്കും? നീയാണ് വിളിച്ചു പറഞ്ഞതെങ്കിലും സാധനം കിട്ടിയത് എന്റെ കയ്യിലാണല്ലോ. അപ്പോ സുലൈമാനക്ക് എന്നോട് പൈസ ചോദിച്ചാലോ? അത് സാരമില്ല. എന്ന് ഓർത്ത് മോഹനോട് വിഷമിക്കണ്ട. പൈസ ഞാൻ കൊടുക്കില്ലേ? ഞാൻ കൊടുത്തോളാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇന്ന് എന്റെ പൈസ ഇല്ല. ഒരു 260 രൂപ മോനോട് കടം തരണം. രാജപ്പന്റെ കേസിന്റെ ഫീസ് കിട്ടുമ്പോ സത്യമായിട്ട് ഞാൻ തിരിച്ചു തന്നോളാം. ഇങ്ങനെ എന്നാ മതിയോ? നല്ല ഒന്നാന്തര അപ്പം കുഴിക്കറിയാ. നമുക്ക് കഴിക്കണ്ടേ? ഭർത്താവിന്റെ ഹൃദയത്തിലേക്കുള്ള എളുപ്പവഴി അയാളുടെ ആമാശയത്തിലൂടെയാണ് എന്ന് വിവരമുള്ളവർ പണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. മോഹനകൃഷ്ണന്റെ ഹൃദയത്തിലേക്കുള്ള സത്യഭാമ കണ്ടുപിടിച്ച കുറുക്ക് വഴി പക്ഷേ വലിയ കുരുക്കായിപ്പോയി എന്നതാണ് സത്യം. സാരമില്ല, വല്ലപ്പോഴും വക്കീലിനും ഇതുപോലെയൊക്കെ അബദ്ധം പറ്റിയില്ലെങ്കിൽ എന്ത് രസം എന്ന് ആശ്വസിച്ച് ഇന്നത്തേക്ക് വിടാം.